ഹായ് ഓൾ, അപ്പം വെൽക്കം ടു അവർ ഹോം പ്രദ്വന. എല്ലാവരും ഹോം ടൂർ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഒന്നാമത്തെ കാര്യം എടുക്കാൻ തിരക്ക് കാരണം സമയം കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നലെ സൺഡേ ആയിരുന്നപ്പോൾ എടുക്കാമെന്ന് ഓർത്തു. പിന്നെ ആദ്യമേ പറഞ്ഞേക്കെ എനിക്ക് ഹോം ടൂർ ഒന്നും എടുക്കാൻ അറിയത്തില്ല, എനിക്ക് അറിയുന്ന രീതിയിൽ ജസ്റ്റ് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് പ്രദ്വന. അപ്പോൾ ഫ്രണ്ട് എലിവേഷൻ ഇങ്ങനെയാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഇതിൻ്റെ ബിൽഡേഴ്സിന് തന്നെയാണ്. സ്വസ്തി ബിൽഡേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഫ്രണ്ട് എലിവേഷൻ എല്ലാം അവരുടെ തന്നെ ചോയ്സിന് ഞങ്ങൾ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അത്രയും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ തൽക്കാലം എന്തായാലും ഒരു ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ഇവർ നമുക്ക് ഒരു പ്ലാന്റർ ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു, അതിൽ ജസ്റ്റ് കലാത്തിയ ലൂട്ടിയ മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ മെയിൻ ഡോർ, സ്റ്റീൽ ഡോറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിലൊരു ഈ വിളയൻ്റെ ഒരു സംഭവം തൂക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇതിപ്പോൾ ആദ്യം ഞാൻ എടുത്തേക്കുന്ന ഡേ ടൈമിലെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത്. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നത് നൈറ്റ് വ്യൂവിലാണ്. കാരണം നൈറ്റിൽ കാണുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ സൗന്ദര്യം ഇരട്ടിയായിട്ട് കാണുന്നത്. ഇതാണ് ഡേ വ്യൂ. ഈ സോഫ എല്ലാം കസ്റ്റമൈസ് ചെയ്തതാണ്. കുറേ ഷോർട്സ് എല്ലാം കണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ്. അതെല്ലാം ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തായാലും വീട് വയ്ക്കുന്നവർക്കും വയ്ക്കാൻ പോകുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും. ഞങ്ങൾ വീട് വയ്ക്കുമ്പോഴുള്ള മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നല്ല വെട്ടവും വെളിച്ചവും കാറ്റും എല്ലാം വീടിൻ്റെ ഉള്ളിൽ വേണം എന്നാണ്. അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ദാക്ഷിണ്യവും വന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ വെട്ടമുണ്ട്. ഒരു ലൈറ്റും പകൽ യൂസ് ചെയ്യേണ്ട. അല്ലാതെ തന്നെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ നിറച്ച് വെട്ടവും കാര്യങ്ങളുമാണ്. അത് നമ്മൾ ഭയങ്കര ഹാപ്പിയും സാറ്റിസ്ഫൈഡുമാണ്. അതുപോലെ തന്നെ വീട് നല്ല ഓപ്പൺ ആയിട്ട് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഡിമാൻഡ് പോലെ തന്നെ സ്വസ്തി ബിൽഡേഴ്സ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട് കാണുമ്പോൾ തന്നെ അറിയാം. നൈറ്റിൽ ഹോം ലൈറ്റ് എല്ലാം ഇട്ട് കഴിയുമ്പോൾ വീടൊരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പോൾ ആ വ്യൂവിലാണ് ഞാൻ വീട് കാണിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കാണിക്കാം. ഇതാണ് ഞങ്ങളുടെ ലിവിംഗ് റൂം. അവിടെ ടി വി യൂണിറ്റ് ഉണ്ട്. ടി വി യൂണിറ്റിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ വിളക്കിന് വെച്ചേക്കുന്ന സ്പേസ്. പൂജ ഏരിയ ആയിട്ട്, പൂജ റൂമായിട്ട് പ്രത്യേകിച്ചില്ല, ഒരു പൂജ ഏരിയ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ കോഫി ടേബിൾ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളുടെ പൂജ ഏരിയ. അവിടെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കൃഷ്ണനെയും വെച്ചിട്ടുണ്ട്. അതും ആമസോണിൽ നിന്ന് തന്നെയാണ്. പിന്നെ അവിടെ ഒരു 2-3 ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ പലതും നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഈ ഹോം ഞാൻ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആമസോണിൽ നിന്ന് തന്നെയാണ് ഹോം. വീട് മുഴുവൻ ആമസോൺ ഫ്ലിപ്കാർട്ട് ഐറ്റംസ് ആണ്. ഇതാണ് നമ്മുടെ ഈ ലിവിംഗ് റൂമിൽ നിന്ന് കാണുന്ന ഒരു വോൾ. ആ വോളിലും കുറച്ചൊരു വാൾപേപ്പർ കൊടുത്തിട്ട് നല്ലൊരു ഹൈലൈറ്റ് ഏരിയ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്ക്, ഞങ്ങളുടെ ബെഡ്റൂം. കൂട്ടത്തിൽ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ്. ഇവിടുത്തെ തീം ഒരു ആഷും ഓഫ് വൈറ്റും എന്നുള്ള രീതിയിലാണ് ഈ ബെഡ്റൂം പോയേക്കുന്നത്. കർട്ടൻസ് എല്ലാം ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. കുറച്ച് വലിയ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ശ്വാസമുട്ടലും കാര്യങ്ങളൊന്നുമില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡ്രസ്സിങ് ഏരിയ പോലെ നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു വാക്കിൻ വാർഡ്രോബ് പോലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ബാക്കി മേക്കപ്പ് ഐറ്റംസും ആക്സസറീസും ഒക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തേക്കുന്നത്. ഈ മിറർ യൂണിറ്റിൻ്റെ സൈഡിൽ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യേണ്ട ഡെയിലി പ്രോഡക്ട്സ് മാത്രമാണ് വെക്കാൻ പറ്റുന്നത്. ഇതാണ് വാക്കിൻ വാർഡ്രോബിലേക്കുള്ള എൻട്രൻസ്. ഈ വീട് വയ്ക്കുമ്പോൾ തന്നെ എൻ്റെ മെയിൻ ഡിമാൻഡായിരുന്നു ഒരു വാക്കിൻ വാർഡ്രോബ് വേണമെന്ന്. ആക്ച്വലി ഇത്രയല്ല, വലിയ വാക്കിൻ വാർഡ്രോബ് ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ നമ്മൾ സ്പേസ് ലിമിറ്റേഷൻ കാരണം നമുക്ക് പറ്റുന്ന രീതിയിലാണ് ചെയ്തത്. അതും സ്വസ്തി ബിൽഡേഴ്സ് നല്ല രീതിയിൽ തന്നെ മനസ്സിൽ കണ്ടതുപോലെ തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊന്നും അടുക്കിപ്പറക്കി ഒന്നും അധികം വെച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ ഞാൻ കാണിക്കാത്തത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. ഇതാണ് എനിക്ക് ജ്വല്ലറി എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ചെയ്ത് തന്നിട്ടുള്ളൊരു യൂണിറ്റ്. അതിൻ്റെ ഉള്ളിലെ ഓർഗനൈസേഴ്സ് എല്ലാം നമുക്ക് ആമസോണിൽ തന്നെ കിട്ടും. അതിൽ നിന്ന് മേടിച്ച് അറേഞ്ച് ചെയ്തതാണ് ഈ ഓർഗനൈസേഴ്സ് എല്ലാം. അപ്പോൾ എന്തായാലും എല്ലാ അതിൽ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും, നമുക്ക് വിസിബിളായിട്ട് എടുക്കാം. അല്ല നമ്മൾ വാരിക്കൂട്ടി വയ്ക്കുമ്പോൾ എനിക്ക് ഇത്രയും നാളുള്ള അബദ്ധം അതായിരുന്നു. അവസാന സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടത്തില്ല. ഞാൻ മേടിച്ച് വെച്ചാലും സമയത്ത് എന്തെങ്കിലും ഇട്ടിട്ട് പോകും. ഇവിടെ ആകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല. ഡ്രസ്സാണെങ്കിലും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞ എനിക്ക് ടൈം കിട്ടിയില്ല. അവിടെ നിന്ന് നേരെ പോകുന്നതാണ് ഞങ്ങളുടെ ടോയ്ലറ്റിലേക്ക്. ഈ ഫുൾ വൈറ്റ് തീം വന്നതുകൊണ്ട് തന്നെയാണ് ഈ വെട്ടം നമുക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. പിന്നെ എൻ്റെ മനസ്സിൽ ഇതുപോലെ തന്നെ ഈ വീടിന് നമുക്ക് ഈ ഒരു മാർബിൾ ടോപ്പ് വരുന്ന രീതിയിൽ ഒരു ഡൈനിങ് ടേബിൾ തന്നെ വേണം. അതും ഈ പറഞ്ഞതൊക്കെ കുറച്ചൊരു കോമ്പാക്റ്റ് ആയിട്ട് ഒരെണ്ണം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ പലയിടത്തും പോയി. കേരളത്തിൽ ആക്ച്വലി ഞാൻ ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ പോയി എന്ന് തന്നെ പറയാം. പക്ഷേ എൻ്റെ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിൽ എങ്ങും കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ബാരുങ്ക ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് തോന്നയ്ക്കലിനുള്ളിലേക്ക് പോകുന്നൊരു സ്ഥലത്ത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് കണ്ട് അവിടെ ഓർഡർ കൊടുത്താണ്. അവർ നന്നായിട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പിന്നെ പറയാം. ഇനി അതായിരുന്നു നമ്മുടെ മിറർ യൂണിറ്റും വാഷ് ഏരിയയും. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നതാണ് നമ്മളെ പേഷ്യോ. ഇതുപോലെ തന്നെ ഞാൻ വാക്കിൻ വാർഡ്രോബ് പറഞ്ഞതുപോലെ തന്നെ പേഷ്യോ. ഇത് രണ്ടും എനിക്ക് എന്തായാലും വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ പാലേച്ചിനെ വരത്തില്ല എന്ന് തന്നെ നേരത്തെ പറഞ്ഞ ഐറ്റംസ് ആയിരുന്നു ഇതും. ഈ പേഷ്യോയും ഇങ്ങനെ സെറ്റ് ചെയ്തത് സ്വസ്തി ബിൽഡേഴ്സിൻ്റെ തന്നെ ഐഡിയ ആയിരുന്നു. ഇതിൽ എനിക്ക് പേഷ്യോ വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരെനിക്കൊരു ഫോട്ടോഷൂട്ട് ഏരിയയും എല്ലാം ആയിട്ട് സെറ്റ് ചെയ്ത് തന്നു. ഇപ്പോൾ ഈ കാണുന്നത് ആക്ച്വലി ഞങ്ങളുടെ കിണറാണ്. അതിൻ്റെ ഒരു സൈഡ് നമ്മൾ സീറ്റർ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, മറ്റേ സൈഡിൽ നമ്മൾ ഗ്രില്ലിട്ടില്ല. ഉടനെ തന്നെ ഇടണം. ഇതെല്ലാം അവരുടെ തന്നെ ഐഡിയ ആണ്. പക്ഷേ വരുന്നവരെല്ലാം ഇത് കാണുമ്പോൾ ഭയങ്കര വണ്ടറടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഇതാണ് അവിടെ നിന്നുള്ള ഉള്ളിലേക്കുള്ള വ്യൂ. ഇനി ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ് സ്പോട്ട്, എൻ്റെ ഓപ്പൺ കിച്ചൺ. അതൊരു ഇംഗ്ലീഷ് സ്റ്റൈലിൽ തന്നെ വേണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിരിക്കണം. ടൈൽസ്, ഫ്ലോർ ടൈൽ ഇത് വേണം, വാൾ ടൈൽ ഇത് വേണം. ഇതെല്ലാം പർട്ടിക്കുലർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർ അതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ ക്യാബിൻസിൻ്റെ എല്ലാ ഹാൻഡിൽ ഇതുപോലെ ബ്ലാക്ക് വേണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ അതിൽ വരത്തുള്ളൂ. പിന്നെ ഈ സംഭവങ്ങളെല്ലാം ആമസോൺ തന്നെയാണ്.
പിന്നെ ചിമ്മിനി ഹോബും നമ്മൾ ഫേബറിൻ്റെയും പ്യുവർ ഫ്ലെയിമിൻ്റെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് പുറത്തുനിന്നുള്ളൊരു വ്യൂ. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഒരു വർക്കിംഗ് കിച്ചൺ വരുന്നത്. അത് ഞാൻ ഇതിലിപ്പോൾ കാണിച്ചിട്ടില്ല, അത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ പിന്നെ ആഡ് ചെയ്യാം. ഓപ്പൺ കിച്ചണിൻ്റെ സൈഡിലെ ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ. ഇനി ഇതിൻ്റെ സൈഡിലായിട്ടാണ് അടുത്ത എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. ഇതും നേരെ പർട്ടിക്കുലർലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഞാനൊരു വീഡിയോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ടിട്ടുള്ള വീഡിയോ ആണ്. ഇതുപോലൊരു ആഷ് ബ്ലാക്ക് പോലത്തെ ഒരു പാനൽസ് കൊടുത്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മളെ രീതിയിലെ ഫോട്ടോസ്. അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു ഫിലിമിൽ കാണുന്ന ഒരു എഫക്റ്റ് പോലെ നമുക്ക് തോന്നും. അവിടെ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ്. അവിടെ ആയിട്ട് നമ്മളൊരു പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഞങ്ങളെ സ്റ്റെപ്പൊന്നും ആക്ച്വലി പോളിഷ് ചെയ്തിട്ടില്ല, അതെല്ലാം ഇനി പെൻഡിങ് വർക്കാണ് ചെയ്യണം. അതുപോലെ വന്ന എല്ലാവരും ചോദിച്ചതാണ് ഈ ലൈറ്റ്. അത് ഞങ്ങൾ ട്രിവാൻഡ്രം തകരപ്പറമ്പിൽ നിന്ന് മേടിച്ചതാണ്. അത് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതാണ് ജാനിക്കുട്ടിയുടെ റൂം. ജാനിക്കുട്ടിയുടെ ഒറിജിനൽ നെയിമാണ് ദൈവ. അപ്പോൾ അതിൻ്റെ ഒരു അപ്പം ദൈവ എന്ന് എഴുതിയ ഒരു നെയിം ബോർഡെല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട് അവളുടെ ഡോറിൽ. അവളുടെ റൂം വരുന്നത് ഒരു പിങ്ക് തീമാണ്. കാരണം അവൾ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാം പിങ്കിനോടാണ് ഇഷ്ടം. എന്ത് സാധനം എടുത്താലും അവൾ പിങ്ക് ഡ്രസ്സ്, പിങ്ക് ഹെയർ ബാൻഡ്, അങ്ങനെ എല്ലാം അത് തന്നെയാണ് എടുക്കുന്നത്. അവൾക്ക് ചെറിയൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു മിററും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റഡി ഏരിയ ആ റൂമിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ബെഡെല്ലാം വരുന്നത് നമ്മളെ ഇൻറ്റീരിയറിൽ തന്നെ ആയിരുന്നു. ഇൻറ്റീരിയറും ചെയ്തത് സ്വസ്തി ബിൽഡേഴ്സ് തന്നെയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ ആകപ്പാടെ ഗ്ലോസി ടൈൽസ് യൂസ് ചെയ്തത് ഇവളുടെ ടോയ്ലറ്റിലാണ്, ജാനിക്കുട്ടിയുടെ ടോയ്ലറ്റിലാണ്. ജാനിക്കുട്ടിയുടെ പൈപ്പിൽ കണ്ടോ ഒരു വാട്ടർ എക്സ്റ്റൻഡറായിട്ട് കൊടുത്തേക്കുന്നത് ഒരു മിന്നി മൗസിനെയാണ്. പിന്നെ ഇത് ആക്ച്വലി ഒരു റൂമാണ്, പക്ഷേ ഇത് എന്ത് ചെയ്യണമെന്നൊന്നും നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. തൽക്കാലം ഗിഫ്റ്റ് എല്ലാം ഡംപ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു റൂമായിട്ടാണ് അത് വെച്ചേക്കുന്നത്. സ്റ്റെയർ കയറി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡ് ജാനിക്കുട്ടിയുടെ റൂമും റൈറ്റ് സൈഡ് ദില്ലുവിൻ്റെ റൂമും. അതിൻ്റെ മിഡിലായിട്ടാണ് ദില്ലുവിൻ്റെ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. ജാനിക്ക് റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ്, പക്ഷേ ദില്ലുവിന് ഈ സൈഡിലായിട്ടാണ് ചെയ്തേക്കുന്നത്. അവിടെ നമുക്ക് ഒരു ഓപ്പൺ ബാൽക്കണി ഏരിയ ആയിട്ടുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഡേ ടൈമിലാണെങ്കിലും നൈറ്റിലാണെങ്കിലും അടിപൊളി വ്യൂവും കാറ്റുമാണ്. അത് വരുന്ന എല്ലാവരും പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഫ്രണ്ട് എലിവേഷൻ്റെ ആ ഒരു പാർട്ടായിട്ടും ഇവിടെ നിന്ന് കണ്ടാൽ നല്ല രസമാണ്. ഓൾമോസ്റ്റ് ആറ്റിങ്ങിൽ ഫുൾ അവിടെ നിന്ന് കാണാമെന്നുള്ള അവസ്ഥയാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ദില്ലൂട്ടൻ്റെ റൂമിലേക്ക് പോവാം. അവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. ഇതാണ് ദില്ലൂട്ടൻ്റെ റൂം, കൂട്ടത്തിൽ ഏറ്റവും ചെറിയ റൂം. പക്ഷേ ദില്ലൂട്ടന് ഏറ്റവും ഇഷ്ടം ഫുട്ബോളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫുട്ബോൾ തീമിലെ വാൾപേപ്പറെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ആ റൂം വെച്ചിട്ടുണ്ടായിരുന്നത്. ബോയ് ആയതുകൊണ്ട് ബ്ലൂ കളറുമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞു റൂമാണ്. അവൻ എന്തായാലും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, കാരണം അവൻ്റെ സ്റ്റഡി ഏരിയ എല്ലാം പുറത്തല്ലേ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും വന്നവരെല്ലാം നോട്ട് ചെയ്തൊരു കാര്യമാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ബെഡ് മാനുഫാക്ചർ വന്നപ്പോൾ സൈസ് മാറിപ്പോയി. അതിപ്പോൾ ഉടനെ തന്നെ മാറ്റിത്തരാമെന്ന് സ്വസ്തി ബിൽഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് അവൻ്റെ മിറർ യൂണിറ്റ്. അവന് പ്രത്യേകിച്ച് മിറർ യൂണിറ്റ് അല്ല, ജസ്റ്റ് ഒരു മിറർ മാത്രം വെച്ചിട്ടുണ്ട്. അവൻ്റെ റൂമിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ഒരു ഓപ്പൺ ഏരിയയിലോട്ട് ബാൽക്കണിയിലോട്ട് പോകാൻ പറ്റും. ഇത് അവൻ്റെ കബോർഡ് ഏരിയ. ഇനി നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് നോക്കാം. അവൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് ടെറസിലേക്ക് പോകാൻ പറ്റിയ ഡോറാണിത്. അവിടെ നമുക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നേരത്തെ ഞാൻ കാണിച്ചില്ല സ്റ്റഡി ഏരിയയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. രണ്ടും ഒരു കോമൺ ഏരിയ തന്നെയാണ്, ഓപ്പൺ സ്പേസ് ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആക്ച്വലി ഇവിടെ കുറേ ബൊഗൈൻ വില്ലയും സീറ്റേഴ്സും ഒക്കെ വെച്ച് സെറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ പതുക്കെ സാമ്പത്തികം വരുന്നതനുസരിച്ച് പതുക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ദില്ലൂട്ടൻ്റെ റൂമും നൈറ്റ് ടൈമിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അവൻ എന്തായാലും ഹാപ്പിയാണ്. അവൻ ഉദ്ദേശിച്ച കാര്യം തന്നെ കിട്ടി. അവന് പക്ഷേ അറിയത്തില്ലായിരുന്നു, വീട് പണി കഴിഞ്ഞാണ് അവന് സർപ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. ജാനിക്കുട്ടിയുടെ റൂമിൽ നമ്മൾ മിന്നി മൗസിനെ വെച്ചതുപോലെ ദില്ലൂട്ടൻ്റെ റൂമിലെ ടോയ്ലറ്റിൽ നമ്മൾ വെച്ചേക്കുന്നത് മിക്കി മൗസ്. അപ്പോൾ ഇതാണ് രാത്രി നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ. ഈ ഫ്രണ്ട് എലിവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അതുവഴി പാസ് ചെയ്തു പോകുന്ന എല്ലാ വണ്ടിക്കാരും ഒന്ന് തിരിഞ്ഞ് നോക്കും വീട്, എന്നിട്ട് കൊള്ളാമെന്ന് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. അതിൻ്റെ ക്രെഡിറ്റ് ഫുള്ളായിട്ട് സ്വസ്തി ബിൽഡേഴ്സിന് തന്നെ കൊടുക്കണം. കാരണം അവരുടെ തന്നെ ചോയ്സ് ആയിരുന്നു. നമ്മൾ പറഞ്ഞില്ല, അതിൽ നമ്മൾ ഇൻ്റർഫിയർ ചെയ്തിട്ടേ ഇല്ല. ഇതാണ് പകൽ നമ്മുടെ ബാൽക്കണി നിന്നിട്ടുള്ളൊരു വ്യൂ. അതും കൂടെ എന്തായാലും കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സൺസെറ്റൊക്കെ അടിപൊളിയായിട്ട് കാണാം. അതുപോലെ കിച്ചണിൽ നിന്ന് കഴിയുമ്പോൾ സൺറൈസും അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞ പോലെ നമുക്കൊരു റിക്ലൈനർ ചെയറും അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സും എല്ലാം സെറ്റ് ചെയ്ത് ഈ ഏരിയ അടിപൊളിയാക്കണം. ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ സൂപ്പറാവാൻ പറ്റിയൊരു ഏരിയയാണിത്. ഇത് നമ്മുടെ പേഷ്യോ മേളിൽ നിന്ന് കാണുമ്പോൾ ഒരു വ്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത്. പേഷ്യോ ഏരിയ നമ്മൾ പ്രദ്വന ഫോട്ടോഷൂട്ട് ഏരിയ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതാണ് നമ്മൾ ഏറ്റവും മുകളിലത്തെ ടെറസ്. അതും ഇത് കണക്ക് നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ സൂപ്പറാണ്. അവിടെയും നമുക്ക് ബാർബിക്യൂ സ്പേസൊക്കെ റെഡി ആക്കണമെന്ന് പ്രശാന്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എന്തായാലും പതിയെ ചെയ്യണം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആറ്റിങ്ങൽ ഫുള്ളായിട്ട് കാണാൻ നല്ല വ്യൂ തന്നെയാണ്. അപ്പോൾ എന്തായാലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. വീട് പണി തുടങ്ങുമ്പോഴേ നമ്മളെ മനസ്സിലൊരു പിക്ചർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ചെയ്യാൻ ദൈവാനുഗ്രഹം ഉണ്ടായി. അതിലൊത്തിരി സന്തോഷം.